ഹലോ കൂട്ടുകാരെ, ഇനിഷ്യലായിട്ട് സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വരുന്നവരുടെ ആ, ഒരു ചോദ്യമാണ് ഇന്ന വർക്ക് ചെയ്യുമ്പോൾ പേടി തോന്നുന്നു എന്നുള്ളത്. അത് ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ളവരാവാം, അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു സോൾ ജേർണിയിൽ ഒരു സ്പിരിച്വൽ അവേക്കനിങ് സ്റ്റേജിൽ ഉള്ള സോൾസിൻ്റെ കാര്യമാകാം. അങ്ങനെ ഇന്നർ വർക്ക് ആദ്യമായിട്ടൊക്കെ ചെയ്ത് ഇനിഷ്യൽ സ്റ്റേജിൽ ചെയ്ത് തുടങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് പേടി തോന്നുന്നു, ആങ്സൈറ്റി ഇഷ്യൂസ് വരുന്നു, ഡിപ്രഷൻ കൂടിയെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടി വരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ ഡൗട്ട്സ് കേൾക്കാറുണ്ട്. ഇന്ന് അതിൻ്റെ ഉത്തരം പറഞ്ഞു തരാം. ആദ്യം ഇന്നർ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നർ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എനർജിയെ ക്ലെൻസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ എനർജിയെ ക്ലെൻസ് ചെയ്ത് അതുവരെയുള്ള ഒരു തോട്ട് പാറ്റേൺ എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ട് ശരിക്കും ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ പോയി ഒരു റീബർത്തിലേക്ക് വരുന്നു, ഒരു പുനർജന്മത്തിലേക്ക് വരുന്നു. അതിനായിട്ടാണ് ഇന്നർ വർക്ക് ചെയ്യുന്നത്. ഇന്നർ വർക്ക് ചെയ്യുന്നത് നമ്മൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ സോളിനെ അറിയാൻ, അല്ലെങ്കിൽ സോളിൻ്റെ പർപ്പസ് എന്താണ്, സോളിൻ്റെ ഹാപ്പിനെസ് എന്താണെന്ന് മനസ്സിലാക്കാൻ. അതല്ല എങ്കിൽ നമ്മളുടെ മൈൻഡും ബോഡിയും സോളും കൂടെ അലൈൻ ആവാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇന്നർ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ പേടി എന്തുകൊണ്ട് തോന്നുന്നു? ഇതിന് ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളുടെ വീട്ടിൽ ഒരു മുറി അടച്ചിട്ടിരിക്കുകയാണ്. അതിനെ വെളിയിൽ നിന്നൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അതിൻ്റെ വാതിലൊക്കെ വെളിയിൽ നിന്ന് നന്നായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മുറി കുറേ വർഷങ്ങളായിട്ട് അടച്ചിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ മുറിയുടെ ഒരു ആവശ്യം വന്നു. നമ്മൾ ആ മുറി തുറക്കുമ്പോഴത്തേക്ക് ആദ്യം നമുക്ക് വരുന്നത് പൊടിയാണ് അല്ലേ. പിന്നെ നമ്മളതിനെ ക്ലീൻ ചെയ്യുകയാണ്. ഒരു ചൂലൊക്കെ എടുത്ത് നമ്മളൊന്ന് തൂത്ത് വരുമ്പോഴത്തേക്ക് അതിൽ കിടക്കുന്ന ആ പൊടി ഏറ്റവും കൂടുതൽ ഇങ്ങനെ പൊങ്ങി വരും ആദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നല്ല നീറ്റായിട്ടൊക്കെ തൂത്ത് തുടച്ചൊക്കെ കഴിയുമ്പോൾ ആ ഒരു മുറി നല്ല വൃത്തിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മുറിയായി മാറും. അതായത് അതുവരെ നമ്മളുടെ അടുത്ത് അത്രയും വർഷമായിട്ട് അടഞ്ഞു കിടന്നിരുന്ന ഒരു മുറിയുടെ ഒരു ഇതേ അല്ലായിരിക്കും നമ്മൾ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ. അതേപോലെയാണ് നമ്മളും ഈ ഇന്നർ വർക്ക് ചെയ്യുന്നത്. നമ്മൾ അതുവരെ പുറത്തുനിന്ന് നമ്മൾ ഹാപ്പിയാണ്, അല്ലെങ്കിൽ ഇതാണ് ലൈഫ്, 3D ലൈഫാണ് നമ്മളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യമെന്നൊക്കെ വിചാരിച്ച് അത്രയും വർഷങ്ങൾ, എനിക്ക് തോന്നുന്നു ഒരു 25 വയസ്സെങ്കിലും അല്ലെങ്കിൽ 20 വയസ്സൊക്കെ കഴിഞ്ഞവരായിരിക്കും മിക്കവാറും സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് കൂടുതലായിട്ടും വരുന്നത് ശതമാനത്തിൽ. അപ്പോൾ അത്രയും വർഷങ്ങൾ നമ്മൾ വിശ്വസിച്ചിരുന്നു നമ്മൾ ഹാപ്പിയാണ്, നമ്മൾ അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ പുറം മോടിക്ക് എന്തൊക്കെയോ നമ്മൾക്ക് വേണ്ടി ചെയ്തുകൊണ്ട് ഉള്ളിൽ ഹാപ്പി അല്ലാതിരുന്ന ഒരാൾ, അവർ പെട്ടെന്നൊരു അവേക്കനിങ്ങിലേക്ക് വരുമ്പം അവരെ തൂത്തുവാരുന്ന പോലെ, മുറിയിൽ തൂത്തുവാരുന്നത് പോലെ അവരിലെ ഷാഡോ സൈഡിനെ നോക്കുകയാണ് ആദ്യം ആ ഒരു എനർജിയെ ക്ലീൻ ചെയ്യുകയാണ്. അതായത് മാലിന്യമുള്ള ഒരു എനർജിയെ. അപ്പോൾ ആദ്യം നമുക്ക് പൊങ്ങി വരുന്നത് എന്താണ്? തീർച്ചയായിട്ടും നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ഷാഡോ സൈഡായിരിക്കും. അതായത് മുറി തൂത്തുവാരുമ്പോൾ വരുന്ന പൊടി പടലങ്ങളെ പോലെ അകത്ത് കിടക്കുന്ന ആങ്സൈറ്റി ഇഷ്യൂസ് ആയിരിക്കാം, ഡിപ്രഷൻ ആയിരിക്കാം, ഇൻസെക്യൂരിറ്റീസ് എല്ലാം നമുക്ക് ആദ്യം വരും. അതുകൊണ്ടാണ് നമ്മൾ ഇനിഷ്യലായിട്ട് ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇംബാലൻസ്, അതായത് അതുവരെ നമ്മൾ ഇംബാലൻസ്ഡ് ആയിരിക്കും, അതിലും കൂടുതലൊരു പെയിനിലേക്കൊക്കെ പോകുന്നത് പോലെ തോന്നുന്നത്. പിന്നെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചുറ്റുമുള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത്. സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുന്നത് നമ്മളുടെ സോളിനെ അറിയാനുള്ള ഒരു യാത്രയാണ്. നമ്മളിലേക്ക് പോകുന്ന ഒരു യാത്രയാണ്. നമ്മൾ ആരെയും ഒരു തരത്തിലും നെഗറ്റീവായിട്ട് പോലും നമ്മുടെ തോട്ട് പാറ്റേണിൽ കൊണ്ടുവരരുതെന്ന് പഠിക്കുന്ന ഒരു ജേർണിയാണിത്. അപ്പോൾ നമ്മൾ ഒരു ആലോചനയിൽ പോലും നെഗറ്റീവായിട്ട് വരാത്ത ഒരാൾക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും നെഗറ്റിവിറ്റി ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇന്നർ വർക്ക് എന്താണെന്ന് ക്ലിയറായിട്ട് മനസ്സിലാക്കുമ്പോൾ ഈ പേടികളൊക്കെ പോകും. കാരണം ഈ പൊടിയൊക്കെ പോയി കഴിയുമ്പം പിന്നെ നമ്മൾ ക്ലീൻഡാണ് അല്ലേ. അപ്പോൾ വലിയ പ്രയാസമൊന്നും വരില്ല. അപ്പോഴത്തെ ട്രിഗേഴ്സ് വന്നാലും നമുക്ക് ആ ചാലഞ്ചസിനെ ഫേസ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ചും നമ്മൾ 7 ചക്ര മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ തുടങ്ങി കഴിയുമ്പം അതുവരെ നമ്മളുടെ എനർജറ്റിക് സെൻറ്റേഴ്സിലുള്ള ബ്ലോക്സ് സർഫേസിൽ വരികയാണ് ചെയ്യുന്നത്.
അപ്പോൾ സർഫേസിൽ വരുമ്പോൾ അതിനെ മിറർ എക്സസൈസിൻ്റെ ഹെൽപ്പോടെ ക്ലെൻസ് ചെയ്യുക, ഹീൽ ചെയ്യുക, റൂട്ട് കോസ് കണ്ടുപിടിച്ച് അതിനെ ഹീൽ ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ ആദ്യം ഷാഡോ സൈഡ് കണ്ട് പേടിച്ച് ഒരിക്കലും ഇന്നർ വർക്കിനെ അവിടെ സ്റ്റോപ്പ് ചെയ്യരുത്. അത് കണ്ടിന്യൂ ചെയ്താലേ നമ്മളുടെ എനർജീനെ ക്ലെൻസ് ചെയ്ത് നമ്മളുടെ സോളിനെ അറിയാൻ പറ്റുള്ളൂ. അതിലൂടെ നമ്മളുടെ ഹയസ്റ്റ് പൊട്ടൻഷ്യലിൽ വരാൻ പറ്റുകയുള്ളൂ. ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം ആൻഡ് സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്. ട്വിൻ ഫ്ലെയിം ജേർണി റിലേറ്റഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്.